നമസ്കാരം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ മൂന്നാം ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം. നമ്മൾ ആൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം ഡിസ്കസ് ചെയ്തു. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി, അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്, ഡിമെറിറ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ നമ്മൾ അതിലൊക്കെ ഏറ്റവും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടി മെയിനായിട്ട് ഇങ്ങനെയൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്? അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികാരം മീൻസ് ടു ഗെറ്റ് പവർ. നമുക്ക് നാളെ നമ്മളെ ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ആളുകളുടെ ഇടയിൽ ഇത്രയധികം പ്രവർത്തിച്ച് ജനങ്ങളുടെ ഒരു പ്രതിനിധി ആയിക്കൊണ്ട് നിയമനിർമ്മാണ സഭയിലേക്ക് എത്തുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ഓരോ വ്യക്തികളും പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ്, അത് എന്തിനാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമുക്കറിയാം രാജ്യത്തിൻ്റെ പ്രവർത്തനം അതാണ് നിയമനിർമ്മാണ സഭ ചെയ്യുന്നത്. ആ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ള ലക്ഷ്യമാണ് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളത്. അപ്പം എല്ലാവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആ സൈഡിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇനി എലക്ഷൻ വരികയാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് കഴിഞ്ഞ് അതിൻ്റെ ഫങ്ഷൻസ് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഒരു ഭാഗമാണ് എലക്ഷൻ. ഈ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനി അടുത്ത നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഒരു സൈഡ് ടോപ്പിക് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് മൈനോറിറ്റീസ് എന്നാണ്. മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ ഭാഗമാവാൻ കാരണം അതിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ ഉണ്ട്. സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ഗവൺമെൻറ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സയൻസ്. അതായത് നമുക്കറിയാം, പൊളിറ്റിക്കൽ സയൻസിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. ഓരോ വ്യക്തികളെയും ഓരോ പൗരനെയും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, അതാണ് ശരിക്കും പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനർത്ഥം നമുക്കറിയാം, റേഷ്യൽ കമ്മ്യൂണിറ്റി വളരെയധികം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഇതിൽ ഏറ്റവും മേജറായിട്ട് മെജോറിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, മെജോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹിന്ദുയിസാണ്. ഈ ഹിന്ദുസിന് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം അവകാശപ്പെട്ടത്, ഇതിൽ ഓരോ സിറ്റിസൺ, ഓരോ പൗരനും അതിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ കാരണം, ഇതിൽ മൈനോറിറ്റി ആയിട്ടുള്ള റൈസിൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് മുസ്ലിം വരുന്നുണ്ട്, ക്രിസ്ത്യൻസ് വരുന്നുണ്ട്, അതുപോലെ സിഖ് വരുന്നുണ്ട്, ബുദ്ധാസ് വരുന്നുണ്ട്. ഇവരെല്ലാം മൈനോറിറ്റികളാണ്. ഈ മൈനോറിറ്റി ആയിട്ട് വളരെ കുറച്ച് മാത്രം നിലനിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റി കൂടിയും ഇതിൽ പങ്കാളിയാക്കുക, രാഷ്ട്രീയ പ്രവർത്തനത്തിന് പങ്കാളിയാക്കുക, രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് പങ്കാളിത്തം വഹിക്കുക, അല്ല എങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുക, അവർക്ക് അവരുടെ പ്രതിനിധിയെ സെലക്ട് ചെയ്ത് നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിക്കാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഡൽട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തിയായ ഏതാളുകളും, അവൻ പൗരനാണോ, ഏത് മതമാവട്ടെ, ഏത് കമ്മ്യൂണിറ്റി ആവട്ടെ, അവൻ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിയ അവൻ്റെ പ്രതിനിധിയെ അയക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ആ വ്യക്തിക്കുണ്ട്. ആ അവകാശം അവൻ നിറവേറ്റുക എന്നുള്ളതാണ് അവനുടെ കർത്തവ്യം, അവൻ്റെ ഡ്യൂട്ടി എന്നുള്ളത്. അതുതന്നെയാണ് അവൻ്റെ പൊളിറ്റിക്കൽ ഡ്യൂട്ടിയിൽ പൊളിറ്റിക്കൽ ആക്ഷൻ എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെ പൊളിറ്റിക്സിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പറയുന്നത്. ആ അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിലേക്ക് ഓരോരുത്തരും പങ്കാളിത്തം വഹിക്കണം. അത് മെജോറിറ്റി ആളുകൾ മാത്രമല്ല, മൈനോറിറ്റി വളരെ കുറച്ച്, അത് രണ്ടാണ്. ആ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ പോലും അതിലെന്ത് ചെയ്യണം, പങ്കാളിത്തം വഹിക്കണം എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള കോൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാക്സിമം ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, അതായത് അവരുടെ പങ്കാളിത്തം ഗവൺമെൻറ് പ്രവർത്തനങ്ങളിൽ വഹിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ശരിക്കും വേറെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്, അടുത്തത് ഡെമോക്രസി ശരിക്കും രണ്ടായിട്ടാണ് ശരിക്കും ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്ന് ഡയറക്റ്റാണ്, രണ്ട് ഇൻഡയറക്റ്റാണ്.
അതായത് ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. അതിൽ ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്കാണ് സുപ്രീം, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ പ്രതിനിധി ആരാവണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങൾക്കാണ്. സുപ്രീം അതോറിറ്റി ജനങ്ങളാണോ, സുപ്രീം പവർ ജനങ്ങളാണോ, അത് തന്നെയാണ് ഡെമോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജനങ്ങൾ അഥവാ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളോട് തിരിച്ചു പോവുക, തിരിച്ച് അവൻ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി അടുത്ത ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അടുത്തത് ആരാവണം എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അതുകൊണ്ടാണ് സുപ്രീം പവർ ടു പീപ്പിൾ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആളുകൾ അവരുടെ ജനാധിപത്യം അല്ലെങ്കിൽ അവരുടെ പവർ കാണിക്കുന്നതിനൊക്കെ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും. ഉദാഹരണത്തിന് ഡയറക്റ്റ് വോട്ടിംഗ്, അതായത് നിയമനിർമ്മാണ സഭയിലേക്ക് അവരെ റെപ്രസെൻറ്റേറ്റീവിനെ ഡയറക്റ്റായിട്ട് എലക്ട് ചെയ്തുകൊണ്ട്, വോട്ട് ചെയ്തുകൊണ്ട് അവരെ ജയിപ്പിച്ചതിന് ശേഷം നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിക്കുന്നതാണ് ഡയറക്റ്റ് ഡെമോക്രസി എന്നുള്ളത്. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിനെ ഒരു ജനങ്ങളെ ഡയറക്റ്റായിട്ട് എലക്ട് ചെയ്തിട്ടല്ല പ്രസിഡൻറ്റ് വരുന്നത്. ജനങ്ങൾ ഡയറക്റ്റ് എലക്ട് ചെയ്ത് വിജയിപ്പിച്ച അവരുടെ പ്രതിനിധികൾ, ജനങ്ങളുടെ പ്രതിനിധികൾ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ MLA-മാർ, MP-മാർ, നമ്മുടെ MP-മാർ നമ്മളെ നിയമനിർമ്മാണ സഭയിലേക്ക് നമ്മളൊരു കാരണം ജയിച്ചു പോയ ആളുകളെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതാണ് ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് എന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലൂടെ വന്ന ഒരു ഒരു അധികാരിയാണ്, ഫസ്റ്റ് സിറ്റിസാണ്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവാണ് പ്രസിഡൻ്റ് എന്നുള്ളത്. അപ്പം ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഡയറക്റ്റായിട്ട് അവരുടെ ജനാധിപത്യം, ഡെമോക്രാറ്റിക് പവർ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ പീപ്പിൾ എക്സ്പ്രസ് ദെയർ വിൽ ബൈ ഡയറക്റ്റ്ലി ഓർ express their will in direct democratic method, it is direct democracy. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ത്രൂ ഇൻഡയറക്റ്റ് ആണ്, അതായത് ത്രൂ റെപ്രസെൻറ്റേറ്റീവ്സ്, ദ പീപ്പിൾ പവർ ഓർ വിൽ എക്സ്പ്രസ് ഇൻഡയറക്റ്റ്ലി ആണെങ്കിൽ, അല്ലെങ്കിൽ ത്രൂ ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. ഇൻഡയറക്റ്റ്ലി എന്ന് പറഞ്ഞതിന് ഏറ്റവും ബെറ്റർ, ഇഫ് ദ വിൽ ഓഫ് പീപ്പിൾ എക്സ്പ്രസ് ത്രൂ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ആണെങ്കിൽ, അവർ ജയിപ്പിച്ച് വിട്ട ജനപ്രതിനിധികളിലൂടെയാണ് എങ്കിൽ, അതായത് ജനങ്ങൾ ഡയറക്റ്റ് തിരഞ്ഞെടുക്കുന്നില്ല. അതുകൊണ്ട് ആണ് പറയാൻ കാരണം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റിനെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് ജനങ്ങളെ എലക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്താണ് പ്രസിഡന്റ് എന്നുള്ളത് ശരിക്കും ഡയറക്റ്റ് ഡെമോക്രസിയിലൂടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷനിലൂടെ വന്നൊരു എക്സിക്യൂട്ടീവാണ്. ഇത് രണ്ടുമാണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഡയറക്റ്റ് ഡെമോക്രസി ഈസ് അൺവർക്കബിൾ ആൻഡ് ദസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഇൻഡയറക്റ്റ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അതായത് ഡയറക്റ്റ് ഡെമോക്രസി ഈസ് അൺവർക്കബിൾ ആൻഡ് ദസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഇൻഡയറക്റ്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്. അതായത് ഡയറക്റ്റ് ഡെമോക്രസി എല്ലായിടത്തും വർക്ക് ആയിക്കോളണമെന്ന് ഇന്നില്ല. പക്ഷേ അത് എന്ത് ചെയ്യുന്നുണ്ട്, ചിലത് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മളെ റെപ്രസെൻറ്റേഷൻ ചെയ്ത് നമ്മളെ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ ആണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിനാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡയറക്റ്റ് ഡെമോക്രസി ഉള്ളിടത്ത് ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ടാവും. അത് ഇപ്പോൾ പക്ഷേ നടപ്പിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, അത് കഴിയാത്ത അവസ്ഥയിൽ അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് നമ്മൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കാറുള്ളത്. അത് പൊതുവേ സാധാരണ എല്ലായിടത്തും അങ്ങനെ തന്നെ. കാരണം ഇന്ത്യ അത്രയും പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ഡെമോക്രാറ്റിക് കോൺസെപ്റ്റിലൂടെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും ഡെമോക്രസി എന്നുള്ളൊരു കോൺസെപ്റ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, കൈവിടാൻ പാടില്ല. കാരണം ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ ഇന്ത്യ ശരിക്കും ഭരണഘടനയിൽ പറഞ്ഞ പ്രകാരം രൂപത്തിൽ തന്നെ പോകേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് തന്നെ, അതുപോലെ ഇറ്റ്സ് ബേസ് എന്ന് പറഞ്ഞത് പോപ്പുലേഷനാണ്, ജനങ്ങൾ ആണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കിയിരിക്കണം. നമുക്കറിയാം, പണ്ട് കാലത്ത്
നമുക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ എല്ലാവർക്കും ആ ഒരു ഓപ്ഷൻ, നമ്മളെ പ്രതിനിധിയെ നമുക്ക് ജയിപ്പിക്കുക അല്ലെങ്കിൽ വോട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാവർക്കും അതിനുള്ളൊരു എൻജോയ്മെൻറ്റ്, അതിനുള്ളൊരു അധികാരമില്ലായിരുന്നു. അതായത് ഇന്ന് എല്ലാവർക്കും ഒരു 18 വയസ്സായ എല്ലാ ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവരുടെ പ്രതിനിധി ആരാണെന്ന് സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പണ്ട് കാലത്ത് അത് ഇല്ലായിരുന്നു. അതില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും വലിയ പ്രമാണിമാർ, ടാക്സ് അടക്കുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ള ആളുകൾ, പലതിൻ്റെ ഓണേഴ്സ്, ടാക്സ് അടക്കുന്ന ആളുകൾ, ഇവരൊക്കെ ആയിരുന്നു എന്ത് വോട്ട് ചെയ്യാൻ. അതായത് ഇവിടെ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇൻ ദ ഏർലിയർ ഹിസ്റ്ററി, പണ്ട് കാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ, ദ റൈറ്റ് ടു ചൂസ് ദ റെപ്രസെൻറ്റേറ്റീവ്, അതായത് നമ്മളെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലിമിറ്റഡ്, വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ അവകാശം കിട്ടിയിട്ടില്ലായിരുന്നു. ടു ദി പ്രോപ്പർട്ടി ഓണേഴ്സ് ആൻഡ് ദ ടാക്സ് പേയേഴ്സ്, അതായത് ഇവർക്കൊക്കെ ആയിരുന്നു ശരിക്കും ഇതിനൊക്കെ ഉള്ള, അതായത് ഈ റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് ഈ റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമായി. അതായത് ഈ ആളുകളിൽ, അത് ടാക്സ് അടക്കുന്ന ആളുകളിലും ഇതുപോലെ ഭൂമി അവകാശപ്പെട്ട് വെച്ചിട്ടുള്ള ആളുകളിലും മാത്രം ഒതുങ്ങിയിട്ടായിരുന്നു നിയമനിർമ്മാണ സഭയിലേക്കും ഒക്കെ പ്രതിനിധികൾ പോയിരുന്നത്. അതായത് ഇവർക്ക് മാത്രമേ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുള്ള അവകാശങ്ങൾ കിട്ടിയിട്ടുള്ളൂ, സാധാരണക്കാർക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ യൂണിവേഴ്സൽ സഫ്രേജ് എന്നുള്ള കോൺസെപ്റ്റ്, അതായത് സഫ്രേജ് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാ സ്റ്റേറ്റും അംഗീകരിച്ചു. അത് എന്ത് ചെയ്തു, ആസ് ബിക്കം ദ ആക്സെപ്റ്റഡ് റൂൾ ഇൻ ആൾമോസ്റ്റ് ആൾ മോഡേൺ, എല്ലാ രാജ്യങ്ങളും അത് ആക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിലും എന്ത് ചെയ്തു, പണ്ട് ചരിത്രം പറയുന്ന സമയങ്ങളിൽ നമ്മൾ ഇന്ത്യ മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, ലോകം മുമ്പാടും എന്നാണ്. ഏത് രാജ്യം എടുത്താലും ഏത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റിലും പണക്കാർ മാത്രമാണ് അവരെ പ്രതിനിധികൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, നിയമനിർമ്മാണ സഭയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അവർക്ക് വേണ്ടി ഗവൺമെൻറ് അടിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതിനിധികളെ അയക്കുമായിരുന്നു. സാധാരണക്കാർക്ക് അതിൽ അവകാശം ഉണ്ടാവാറില്ല. പക്ഷേ പിന്നെ എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും, പൊതുജനങ്ങൾ മൊത്തമായിട്ട് ഇന്ത്യൻ പൗരൻ, അഡൾട്ട് ഫ്രാഞ്ചൈസസ്, പ്രായപൂർത്തിയായ എല്ലാവർക്കും, അതായത് മൊത്തം ജനങ്ങൾക്കും അതിനുള്ള അവകാശം കിട്ടി. എല്ലാ സ്റ്റേറ്റ് അംഗീകരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്ത്യയും അതിൽപ്പെട്ട തന്നെയാണ്. അതായത് ഇന്ത്യയിലും എല്ലാ ആളുകൾക്കും, കോമൺ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും തന്നെ അതിനുള്ള അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ 2 മെത്തേഡ് നേരത്തെ പറഞ്ഞു, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആളുകൾ വോട്ട് ചെയ്യുക. ഡയറക്റ്റ് നമ്മളെ പ്രതിനിധിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. ഡയറക്റ്റ് ഒരു സിറ്റിസൺ ഡയറക്റ്റ് വോട്ട് ചെയ്തിട്ട് റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ദ എക്സ്പ്രസ് ദെയർ വിൽ ഓർ എ സിറ്റിസൺ വോട്ട് or show or express their will or express their democratic rights through representatives ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, വെൻ ദ വോട്ടർ തംസെൽഫ് കാസ്റ്റ് ദെയർ വോട്ട്സ്, അതായത് വോട്ടർ, ഒരു സിറ്റിസണ്, പ്രായപൂർത്തിയായ ഒരു സിറ്റിസണ് ഒരാൾ സ്വന്തമായിട്ട് വോട്ട് ചെയ്തു, അതായത് എലക്ട് ചെയ്തു ദ റെപ്രസെൻറ്റേറ്റീവ്, അതായത് അവനെ പ്രതിനിധിയെ. ഈ മെത്തേഡിനാണ് ദി മെത്തേഡ് ഓഫ് എലക്ഷൻ ഈസ് ഡയറക്റ്റ്, അതാണ് ഡയറക്റ്റ്. അതായത് ഡയറക്റ്റായിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ. ഇഫ് ദ വോട്ടേഴ്സ് സെലക്ട് ഓൺലി ഇൻ്റർമീഡിയറീസ്, അതായത് ഇൻ്റർമീഡിയറീസ് ത്രൂ ആണ് പോയത്. അതായത് നമുക്കറിയാം, നമ്മൾ ജയിച്ച് പോയ ജനപ്രതിനിധി, നമ്മുടെ പ്രതിനിധി ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം നമ്മൾ അദ്ദേഹത്തെ ജയിപ്പിച്ച എല്ലാവരും വോട്ട് ചെയ്തു എന്നർത്ഥം. ഓക്കെ, അപ്പം ഇൻ്റർമീഡിയറ്റ്സ് ഹൂ കൺസിഡർ ദ ഇലക്ട്രൽ കോളേജ് ആൻഡ് ലേറ്റർ ഫൈനലി എലക്ട് ദ പ്രസിഡൻറ്റ്. അത് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ ഞാൻ ജയിപ്പിച്ച് വിട്ടാൽ, നമ്മൾ കുറേ ആളുകൾ ജയിപ്പിച്ച് വിട്ട പ്രതിനിധി ഒരാൾക്ക് വോട്ട് ചെയ്തു, ആ വോട്ട് ചെയ്ത ആളാണ് സെക്കൻഡറി എക്സിക്യൂട്ടീവായിട്ട് വരുന്നതെങ്കിൽ, ഉദാഹരണത്തിന് പ്രസിഡൻ്റായിട്ട് വരുന്നതെങ്കിൽ, ആ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്ത് നമ്മളെല്ലാവരും കൂടിയാണ്. കാരണം നമ്മൾക്ക് വേണ്ട വോട്ടാണ് ആൾ ചെയ്തത്. അപ്പോൾ അതും എന്താണ്, ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്, അതതിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത്, വോട്ട് ഈസ് എ മീൻ ടു എക്സ്പ്രസ് വൺസ് ചോയ്സ് ഓർ ഓപ്ഷൻ. ഒരാളുടെ ചോയ്സിനെ എക്സ്പ്രസ് ചെയ്യുക, വില്ലിനെ എക്സ്പ്രസ് ചെയ്യുക, അധികാരം, പവർ. സത്യത്തിൽ അത് തന്നെയല്ലേ, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രതിനിധിയാണ് അവിടെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നതെങ്കിൽ, ആ മണ്ഡലത്തിൽ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ആ ആൾ ഇഷ്ടപ്പെടാത്ത ആളുകളൊന്നും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ,
ആളെല്ലാവർക്കും വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട്. പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാം, പ്രവർത്തിക്കാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യൂല. അത് ഓരോ വ്യക്തിയുടെ അവകാശമാണ്. ഞാൻ അങ്ങനെ ഒരു വോട്ട് ചെയ്തില്ല എന്നതിൻ്റെ അർത്ഥം എൻ്റെ അവകാശം, എൻ്റെ ചോയ്സ്, എൻ്റെ ഇഷ്ടത്തെയാണ് അവിടെ എന്തിനു മാനിക്കുന്നത്. എനി പേഴ്സൺ ഹൂ ഹാസ് റൈറ്റ് ടു വോട്ട് ഹിസ് വോട്ടർ. വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ആ ചൂസ് ചെയ്യാനുള്ള അവകാശം ആ ഒരു വ്യക്തിക്കാണ്, ആ ഒരു പൗരനാണ്. അതാണ് ഡെമോക്രസി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മൈനോറിറ്റീസ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അതായത് എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ളത്. ഇതിൽ എലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം 2 or more constituents. പിന്നെ അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് വൺ ഹൂ ഹാസ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി എലക്ഷൻ ഈസ് ആൻ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ അടുത്തത് റൈറ്റ് ടു വോട്ട് ഈസ് കോൾഡ് സഫ്രേജ്. വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനാണ് സഫ്രേജ്. യൂണിവേഴ്സൽ സഫ്രേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശം എന്നുള്ള അർത്ഥത്തിലാണ്. ആൻഡ് റൈറ്റ് ടു സഫ്രേജ് ഈസ് കോൾഡ് ഫ്രാഞ്ചൈസി. അതാണ് അഡൽട്ട് ഫ്രാഞ്ചൈസി. അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം. അപ്പോൾ റൈറ്റ് ടു സഫ്രേജ് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നുള്ളതിലാണ്. ഇത് നിങ്ങൾ ശരിക്കും വായിച്ചാൽ തന്നെ മനസ്സിലാവും വ്യക്തമായിട്ട്. എ കാൻഡിഡേറ്റ് ഹൂ സെക്യൂർ മെജോറിറ്റി ഓഫ് വോട്ട്സ് ഈസ് ഡിക്ലെയർഡ് എലക്റ്റഡ്. അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ ജയിക്കും. അതങ്ങനെ തന്നെയാണ് വരിക. വാട്ട് എവർ ബി ദ മാർജിൻ എന്തും ആവട്ടെ. ഒരു പക്ഷേ തോറ്റ ആൾക്ക് ഒരുപാട് വോട്ട് കിട്ടി, അതിൽ നിന്ന് ജസ്റ്റ് ഒരു വോട്ടിനാണ് ആൾ ജയിച്ചതെങ്കിൽ 10,000 വോട്ട് എക്ക് കിട്ടി, 10,200 വോട്ട് ബിക്ക് കിട്ടി, 10,201 വോട്ടാണ് തേർഡ് വാൻ സിക്ക് കിട്ടിയതെങ്കിൽ ഈ സിക്ക് മാർജിൻ ഒരുപാട് വേണമെന്നില്ല, ജസ്റ്റ് മൈനർ ഒരു വോട്ട്, സിംഗിൾ ആണ് എക്സ്ട്രാ വന്നതെങ്കിൽ ആ എക്സ്ട്രാ വന്ന ആളായിരിക്കും ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുക. അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ്. വാട്ട് എവർ ദ മാർജിൻ എത്രയാവട്ടെ, അത് മാർജിൻ 10, 20, 100 ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് സിംഗിൾ ആണ് എക്സ്ട്രാ വന്നതെങ്കിൽ ആ ആൾ ജയിച്ചതായിട്ടാണ് ഇവിടെ പ്രഖ്യാപിക്കുക. എ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് റെപ്രസെൻറ്റ് ഹാവ് ദ വ്യൂ ഓഫ് എലക്ടേഴ്സ്. ജയിച്ച ആളെ നമ്മൾ എന്ത് ചെയ്യുക, ജയിച്ചതായിട്ട് കാണിക്കുക. എ ട്രൂ ഡെമോക്രസി ഷുഡ് റെപ്രസെൻറ്റ് ദ വിൽ ഓഫ് ഓൾ. യഥാർത്ഥ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളുടെയും പവറിനായിരിക്കും കാണിക്കുക. ശരിക്കും നല്ല ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നോക്കാൻ ഏറ്റവും പ്രത്യേകത ആ നാട്ടിലെ ആ രാജ്യത്തെ ജനങ്ങളുടെ ഫ്രീഡം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ രാജ്യത്തെ ജനങ്ങൾ ഒരുപാട് ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഫ്രീഡം, ലിബർട്ടി, അതുപോലെ തന്നെ അവർക്ക് അവരുടെ അവകാശങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള ഫ്രീഡം കൂടുതലാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്ക് സുപ്രീമായിട്ടുള്ള അധികാരമുണ്ട് ആ രാജ്യത്ത് എങ്കിൽ, ആ സ്റ്റേറ്റിലെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും നല്ലൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം അവിടെ കാരണം ജനങ്ങൾക്ക് ജനങ്ങളുടെ അവകാശങ്ങൾ, ജനങ്ങളുടെ ഫ്രീഡം ഒക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, കാരണം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ജനങ്ങളുടെ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ജനങ്ങളുടെ സ്റ്റേറ്റ് അതായിരിക്കണം ഇറ്റ്സ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എ മൈനോറിറ്റി പാർട്ടി ഓർ ഗ്രൂപ്പ് ഈസ് ആൾവേസ് ഡിഫീറ്റഡ് ഇൻ എലക്ഷൻ ആൻഡ് ദെയർഫോർ ദ ഫോളോവേഴ്സ് ഓഫ് സച്ച് പാർട്ടി ഓർ ഗ്രൂപ്പ് കനോട്ട് ഗെറ്റ് ആഡ്വക്കേറ്റ് റെപ്രസെൻറ്റേഷൻ. മൈനോറിറ്റി പാർട്ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് എപ്പോഴും ഈസ് ആൾവേസ് ഡിഫീറ്റഡ്, എല്ലാ സമയത്തും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ ദ എലക്ഷൻ എല്ലാ സമയത്തും സ്വാഭാവികമായിട്ടുണ്ടാവും ഇല്ലേ. അതായത് ഇപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്ത് എങ്കിൽ അവിടെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം മെജോറിറ്റി ആയിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമേ എപ്പോഴും റെപ്രസെൻറ്റേറ്റീവ്സ് വരുള്ളൂ. കാരണം മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ വരില്ല. കാരണം കുറച്ച് ആളുകളേ ഉള്ളൂ, അവരെ വോട്ട് കിട്ടുമോ ഇല്ല, വോട്ട് കിട്ടില്ല. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് therefore the followers of such a party or group cannot be adequate representation. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ബേസിൽ അല്ലെങ്കിൽ നമ്മൾ മതിയാവത്തോളത്തോളം അതായത് ഇങ്ങനെ പറയേണ്ടത്, ഒരു പാർട്ടിക്ക് അത് വേണ്ടത്ര എന്ത് ചെയ്യില്ല. നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഒരു മണ്ഡലം എടുക്കുക. ആ മണ്ഡലം
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ മണ്ഡലം ടെറിട്ടറി ജോഗ്രഫിക്കൽ അടിസ്ഥാനത്തിൽ ടെറിട്ടറി ആൻഡ് പോപ്പുലേഷൻ ആയിരിക്കും. ഒരിക്കലും കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഒരിക്കലും എന്തില്ല നമ്മളൊരു കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ തയ്യാറാക്കില്ല. എലക്ഷന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് കോൺസ്റ്റിറ്റ്യുവൻസി മീൻസ് മണ്ഡലം, ഒരു മണ്ഡലം, ആ മണ്ഡലം ആ രാജ്യത്തിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ പ്ലസ് പോപ്പുലേഷൻ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. എത്ര പോപ്പുലേഷൻ ഉണ്ടെന്നാണ് നോക്കുക. അതിൽ ഇന്ന കമ്മ്യൂണിറ്റി കൂടുതൽ അങ്ങനെ നോക്കിയിട്ടല്ല ചെയ്യുക. അപ്പം ഇവിടെ പറയുന്നത് സ്വാഭാവികമായിട്ടും മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ തോൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അവർ സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു മെനി പൊളിറ്റിക്കൽ ആൻഡ് റേഷ്യൽ ലിംഗ്വിസ്റ്റിക് റിലീജിയസ് ആൻഡ് കമ്മ്യൂണൽ ഗ്രൂപ്പ്സ്. നമ്മളെ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ടും റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോത്രം, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാടിസ്ഥാനത്തിൽ, റിലീജിയസ് എന്ന് പറഞ്ഞാൽ മതാടിസ്ഥാനത്തിൽ, കമ്മ്യൂണൽ അതുപോലെ തന്നെ കമ്മ്യൂണൽ ആയിട്ടെന്ന് പറഞ്ഞാൽ മതത്തിരിവ്, ജാതി അടിസ്ഥാനത്തിലൊക്കെ വേർതിരിവ് ആയിട്ടുള്ള പല ഗ്രൂപ്പുകളാണ്. ആൻഡ് ഈച്ച് ഗ്രൂപ്പ് പുട്ട് അപ്പ് ദെയർ കാൻഡിഡേറ്റ് ഇൻ എലക്ഷൻ. ഈ ഓരോ ബേസിലും നമുക്കറിയാം, കമ്മ്യൂണിറ്റി ബേസ് ആവട്ടെ അല്ലെ ഭാഷാടിസ്ഥാനത്തിൽ ബേസ് ഈ ഓരോ ഗ്രൂപ്പുകളായിട്ട് നിൽക്കും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മൾ കാൻഡിഡേറ്റ്സ് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. കാരണം നിർത്തും സ്വാഭാവികമായിട്ടും. കാരണം ഓരോ ഗ്രൂപ്പിനെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് ആ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ഫംഗ്ഷനിൽ അതിൽ റോള് ആ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിന് ആ ഒരു കൂട്ടം ആളുകൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഓരോ കാൻഡിഡേറ്റ്സിനും അവരെ ഓരോരോ ഗ്രൂപ്പിൽ നിന്നായിട്ട് ഇലക്ഷനിൽ വരാറുണ്ട് സാധാരണ. ഇപ്പം നമുക്കറിയാം SNDP എന്നുള്ള ഇറ്റ്സ് എ കമ്മ്യൂണിറ്റിയാണത്, അല്ല റിലീജിയസ് ബേസ് ആണോ അത്, അതോ കമ്മ്യൂണൽ ഗ്രൂപ്പ്സ് ആണത്? റിലീജിയസ് ബേസ് എന്ന് പറയാം, ഭാഷാടിസ്ഥാനത്തിൽ വരുന്നതാണ്. റേഷ്യൽ ഗ്രൂപ്പ്സ് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ SNDP, NSS, ഈ NSS അതുപോലെ ഇങ്ങനത്തെ ചില ബേസിൽ ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ്. അത് റിലീജിയസ് ആവാം, ചിലപ്പം കമ്മ്യൂണിറ്റി ബേസിലായിരിക്കും. ഈ കമ്മ്യൂണിറ്റി ബേസിലൊക്കെ ഗവൺമെൻറ് ഫങ്ഷൻസിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരേതെങ്കിലും ഒരു പ്രതിനിധീകരിച്ചുകൊണ്ട് ചിലപ്പം ഒരു പ്രതിനിധി സഭയിലുണ്ടാവും. അത് ഇവരെ സപ്പോർട്ടോടുകൂടി ജയിച്ച് പോകുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. ഈച്ച് ഗ്രൂപ്പ് കാൻഡിഡേറ്റ് ഇൻ ഇലക്ഷൻ വേരിയബിൾ മെച്ചൂർ പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റേറ്റ്. പിന്നെ ഇത് ജസ്റ്റ് വായിച്ച് പോവാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞതിന് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്താൽ അതിൻ്റെ അടുത്ത മെറിറ്റ് ഡിമെറിറ്റ് ഒക്കെ പറയാനുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ച് പോകണ്ട. ഓക്കെ, ദ സ്കീം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എയിംസ് അറ്റ് ഗിവിങ് ആഡ്വക്കേറ്റ് റെപ്രസെൻറ്റേഷൻ ടു മൈനോറിറ്റി. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് പൊളിറ്റിക്കൽ സയൻസിലുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞത് വെറൈറ്റീസ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഓരോ വിഭാഗത്തിൽ നിന്നും ഈക്വലായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആണ്. അതായത് മതിയാവോടത്തോളം എത്രത്തോളം വേണ്ടത്ര മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെയും പാർട്ടിസിപ്പേഷൻ ഈ ഇലക്ഷനിൽ, അതായത് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ വരാൻ വേണ്ടിയിട്ടാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ലക്ഷ്യമാക്കുന്നത് എന്നാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും എല്ലാ മൈനോറിറ്റി ഗ്രൂപ്പിൽ നിന്നും പ്രൊപ്പോർഷണായിട്ടായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ഒരു പ്രൊവിൻസ് ആയിട്ടുള്ള കേരളത്തിനെ മാത്രം കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ ശരിക്കും മെജോറിറ്റി ആയിട്ടുള്ള ഹിന്ദുസ് എന്ന് പറഞ്ഞ് അല്ലേ, ഹിന്ദുസ് എന്നാണ്. ഹിന്ദുസിൽ തന്നെ പല ജാതികളുണ്ട്, പല കാസ്റ്റുകളുണ്ട്. അതായത് അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അതർ കാസ്റ്റ് എന്ന് പറയുന്നത് വലിയ വലിയ ക്ലാസ്സുകളുണ്ടാവും. ഇത് ലോവറായിട്ടുള്ള ക്ലാസ്സുകളാണ് SC ST എന്നുള്ളത് അല്ലേ. അതുപോലെ മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് വരുന്നതാണിത് OBC. ക്രിസ്ത്യൻസിനുണ്ട് ഇതുപോലെ, അത് മുസ്ലിംസിനും ഉണ്ട് എല്ലാം. അപ്പം പൊതുവേ മുസ്ലിംസ് ഇവിടെ മൈനോറിറ്റി ആണ് ഇന്ത്യയിൽ, അതുകൊണ്ട് OBCയിൽ വരും. ക്രിസ്ത്യൻസ് മൈനോറിറ്റി ആയതുകൊണ്ട് OBC വരും. ഹിന്ദുസിൽ അതർ കാസ്റ്റും ഉണ്ട്. അതർ കാസ്റ്റ് എന്നുള്ള ആളുകൾ മാത്രം വോട്ട് ചെയ്താൽ പോരാ, പ്രതിനിധികളായിട്ട് നിന്നാൽ പോരാ. ഇപ്പം ഹിന്ദുസാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് നിയമനിർമ്മാണ സഭയിൽ വെറും ഹിന്ദു എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം ആളുകൾ മതി എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. നിങ്ങളതൊന്ന് ആലോചിക്കണം. അപ്പോൾ നിയമനിർമ്മാണ സഭയിലേക്ക്
വെറും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമാണ് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മറ്റ് മൈനോറിറ്റി, മറ്റ് പിന്നോക്ക കമ്മ്യൂണിറ്റികളുടെ ആശയങ്ങളും അവകാശങ്ങളും ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ ചെവിയിൽ ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിൻ്റെയും ആശയങ്ങളും ഇഷ്ടങ്ങളും അവകാശങ്ങളും ഗവൺമെൻറ്റിൽ അറിയിക്കാൻ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും എന്ത് ചെയ്യണം, പ്രതിനിധികൾ നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ടാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞത്. ചില മണ്ഡലങ്ങൾ എന്ത് ചെയ്യും, ചില കോൺസ്റ്റിറ്റ്യുവൻസി, ചില മണ്ഡലങ്ങൾ എന്ത് ചെയ്യും, ചില ആളുകൾക്ക് റിസർവ് ചെയ്ത് വെക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ചില മണ്ഡലങ്ങൾ അത് എസ് സിക്കാർ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അവിടെ മത്സരിക്കണമെങ്കിൽ ഒന്നുകിൽ എസ് സി ആവണം, അല്ലെങ്കിൽ എസ് ടി ആവണം, അല്ലെങ്കിൽ OBC കാറ്റഗറിയിൽ വരുന്ന ആളുകൾ. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നല്ല, OBC അങ്ങനെ വരാറ്. പക്ഷേ OBC എന്നുള്ളത് നിയമനിർമ്മാണ സഭയിൽ ഇല്ല. അത് പൊതുവെ SC ST കാറ്റഗറി എന്നാണ് പറയുക. സാധാരണ വുമൺ വനിതാ വാർഡാണ് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമനിർമ്മാണ സഭയിലേക്ക് ആരും പോകുന്നില്ല. അപ്പം സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ സ്ത്രീകളെ ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ വളരെയധികം പ്രസൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അതായത് ഇതിൽ വളരെയധികം ആക്റ്റീവായിട്ട് ഈ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വനിതകൾ എന്ത് ചെയ്യും, ചില മണ്ഡലങ്ങൾ വനിതാ വാർഡായിട്ട് പ്രഖ്യാപിക്കും. ആ വനിതാ വാർഡായിട്ട് പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ വനിതകളായിരിക്കും എന്ത് ചെയ്യുക, നിൽക്കുക. ഇനി ഒരു പക്ഷേ SC ST നമുക്കറിയാം, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ, ഹിന്ദു റിലീജിയസിൽ തന്നെ ഏറ്റവും ലോവർ ആയിട്ടുള്ള കാസ്റ്റാണ്. ഈ ആളുകൾ എന്ത് ചെയ്യില്ല, തീർച്ചയായിട്ടും മുന്നോട്ട് വരില്ല സ്വമേധയാ. അതുകൊണ്ട് തന്നെ, കാരണം അവരെന്നും പിന്നോട്ട് വലിക്കപ്പെട്ട സൊസൈറ്റിയിൽപ്പെട്ട ആളുകളാണ്. അത് ആ ജീവിത രീതികൾ അങ്ങനെ, അത് സോഷ്യോളജിയിൽ പഠിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇവരെ മുന്നോട്ട് കൊണ്ടുവരാൻ, അവരുടെ അവകാശങ്ങൾ, അതുപോലെ അവർക്ക് വേണ്ടി സംസാരിക്കാനും ഗവൺമെൻറ് തലത്തിൽ ആൾ വരാൻ വേണ്ടിയിട്ട് ചില കോൺസ്റ്റിറ്റ്യുവൻസി എന്ത് ചെയ്യും, അവർ കൂടുതലുള്ള അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി പക്ഷെ അധികമായിട്ട് അവരുടെ കമ്മ്യൂണിറ്റി ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ, ഇനി അത് കുറവാണെങ്കിൽ പോലും ചിലപ്പോൾ ചില മണ്ഡലങ്ങൾ ചില സാഹചര്യങ്ങൾ കണക്കെടുത്തുകൊണ്ട് എന്ത് ചെയ്യും, അത് ഇന്ന മണ്ഡലമാണെന്ന് പ്രഖ്യാപിക്കും. SC ST കമ്മ്യൂണിറ്റി, SC STയുടെ വാർഡാണെന്ന് പറയാം. അതായത് അതിൻ്റെ അർത്ഥം ആ ജനപ്രതിനിധിയായിട്ട് നിൽക്കേണ്ട ആളെന്നായിരിക്കണം, ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആളായിരിക്കണം. അല്ലെങ്കിൽ വുമൺ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ആയിട്ടുള്ള ഒരാളായിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്, ഇലക്ഷന് നിൽക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യണേ, തരം തിരിച്ചിട്ടുള്ളത്. അതായത് മൈനോറിറ്റി ആയിട്ടുള്ള ഏറ്റവും താഴെത്തട്ടുള്ള ആളുകളെ ഈ രാഷ്ട്രീയ രംഗങ്ങളിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഭരണഘടന ത്രൂ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഇതൊക്കെ. ഇതിനാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. അതായത് മൈനോറിറ്റി ആയുള്ള ആളുകളെ മുന്നോട്ട് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് അതൊക്കെ. അതാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നാണ്. ഓക്കെ, അതായത് എല്ലാ കമ്മ്യൂണിറ്റിക്കും ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുക. ഓക്കെ, ഹിന്ദുസിന് ഇത്ര, മുസ്ലിംസിന് ഇത്ര, എല്ലാം ഈക്വൽ ആയിട്ടാണ് വരിക. അത് ചില സ്ഥലങ്ങളിൽ കൺഫേം ആയിട്ട് അവരെന്നെ നിൽക്കണം എന്നുള്ളൊരു റൂൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഇത്രയും സ്ട്രോങ് ആയിട്ട് വരാൻ കാരണം. അടുത്ത് ഹയർ സിസ്റ്റം ഓർ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആൻഡ് ദ ലിസ്റ്റ് സിസ്റ്റം. അതായത് ഹയർ സിസ്റ്റം ഓർ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആൻഡ് ദ ലിസ്റ്റ് സിസ്റ്റം അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഇനി ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് പല പ്രൊപ്പോർഷനായിട്ട് SC STക്ക് ഈ മണ്ഡലം, വുമൻസിന് ഈ മണ്ഡലം, അങ്ങനെ ഓരോ റിസർവേഷൻ, ഓരോ കമ്മ്യൂണിറ്റി, അങ്ങനെയൊക്കെ ഓരോ ബേസ് ചെയ്തിട്ടാണ് ഓരോ മണ്ഡലങ്ങൾ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും ആളുകളെ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷന് പല ടൈപ്പുകളുണ്ട്. ഒന്ന് ഹയർ സിസ്റ്റം എന്ന് പറയും, രണ്ട് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആൻഡ് ലിസ്റ്റ് സിസ്റ്റം. ഇനി അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ എയിം ഓഫ് ദിസ് സിസ്റ്റം എൻഷ്യൂർ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൾ സെക്ഷൻ എന്നതാണ്. സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെയും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, അതായത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ രാഷ്ട്രീയ അഡ്മിനിസ്ട്രേഷനിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ എല്ലാ ആളുകളും രാഷ്ട്രീയപരമായിട്ടുള്ള ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ഒന്ന് ആക്റ്റീവായിട്ട്
ആരും പിന്നോട്ട് വരാതെ എല്ലാവരും റെപ്രസെൻറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഇത് വന്നത്. ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ന്യൂമറിക്കൽ സ്ട്രെങ്ത്. നിങ്ങൾ അതാണ് ഇതിൻ്റെ ഏറ്റവും സിസ്റ്റം. ഇനി അടുത്ത സൈഡ് ഹെഡിങ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എയർ സിസ്റ്റം. എന്താണ് എയർ സിസ്റ്റം? ഈ എയർ സിസ്റ്റം, ദിസ് സിസ്റ്റം വാസ് ഫോർമുലേറ്റഡ് ബൈ തോമസ് ഹയർ ഇൻ 1851. 1851 തോമസ് ഹയർ എന്നുള്ള ആളാണ് ഈ ഫോർമുല കൊണ്ടുവന്നത്. The plan advocated by Hare in an English man in his book Election of Representatives. Election representative എന്നുള്ള ഒരു സായിപ്പ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് വക്താവാണ് ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. It has also called Hare or Andrea system. അല്ലെങ്കിൽ അതിന് ആൻഡ്രിയ സിസ്റ്റം എന്ന് പറയും. It is also called preferential system because of the preferences which a voter is required to give to the candidate. അതായത് ഒരു കാൻഡിഡേറ്റിന് കൊടുക്കുന്ന പ്രാധാന്യം, ഒരു വോട്ടർ കൊടുക്കുന്ന ആ ഒരു പ്രിഫറൻസ്, ആ ഫസ്റ്റ് പ്രാധാന്യം, അതിൽ ചോയ്സ്, ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ്, അതിൽ ആ ചോയ്സ് അല്ലെങ്കിൽ ആ പ്രിഫറൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിസ്റ്റത്തിനാണ് സിസ്റ്റമാണ് ഇതിൽ ഈ എയർ സിസ്റ്റത്തിൽ പറയുന്നത്. ഈ എയർ സിസ്റ്റം വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടീഷൻ എന്താ? ദ സിസ്റ്റം ക്യാൻ വർക്ക് ഓൺലി ഇൻ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു മണ്ഡലത്തിൽ തന്നെ 3 ആളുകൾ മത്സരിക്കണം എന്നാൽ മാത്രമേ ഇതിന് എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ദർ ഈസ് നോ അപ്പർ ലിമിറ്റ്. കൂടുതൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ കൂടാനും പാടില്ല. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി എലക്റ്റഡ് ഈസ് ഡിറ്റർമൈൻഡ് ആസ് ഫസ്റ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി എലക്റ്റഡ്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളായിരിക്കും ഫസ്റ്റ് എന്നുള്ളത്. അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആൾസോ നോൺ ആസ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് അത് വായിച്ചു പോകട്ടോ. ഫ്രം ദീസ് 2 facts മിനിമം കോട്ട ഈസ് കാൽക്കുലേറ്റഡ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൾസോ ടു ബി ഡിറ്റർമൈൻഡ് കോട്ടാസ്. നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം പ്രിഫറൻസ്. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്. ഫസ്റ്റ് പ്രിഫറബിൾ മെത്തേഡ്, ഫസ്റ്റ് ചോയ്സ് കിട്ടുന്ന ആ ഒരു മെത്തേഡാണ് ഇതിൽ പറയുന്നത് എയർ സിസ്റ്റത്തിൽ. ഇതിൽ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടേഴ്സ് ആർ കൗണ്ട്. ഫസ്റ്റ് പ്രിഫറൻസ് അതായത് 3 ആളുകളെ പാടുള്ളൂ. ഒരു മണ്ഡലത്തിൽ തന്നെ 3 ആളുകൾ. അതിൽ ആ എല്ലാ ആളുകൾക്കും എന്തുണ്ട്? എല്ലാ ആളുകളും മൂന്നും പ്രിഫർ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മൊത്തം 10,000 ആളുകളാണ്. ഈ 10,000 ആളുകൾ ഒരാൾക്ക് വോട്ട് ചെയ്തിട്ട് മറ്റാൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് വോട്ട് ചെയ്യുക, മറ്റേ വോട്ട് ചെയ്യാതിരിക്കുക, അങ്ങനല്ല. 3 കാൻഡിഡേറ്റ്സിനും എല്ലാവരും വോട്ട് ചെയ്യും. അതിൽ ഫസ്റ്റ് ആര് വരണം? AC വരണം. ഉദാഹരണത്തിന് ABC എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഫസ്റ്റ് പ്രിഫറൻസ് സിക്ക് വരണം, സെക്കൻഡ് പ്രിഫറൻസ് എക്ക് വരണം, തേർഡ് പ്രിഫറൻസ് ബിക്ക് വരണം. ഇങ്ങനെ ഒരാൾ തന്നെ 3 വോട്ടും ചെയ്യും, പക്ഷെ പ്രിഫറൻസ് ആയിരിക്കും. പ്രിഫറൻസ് ചൂസ് ചെയ്യും. ആ 3 ആളുകൾക്കും ഏതാണ് പ്രിഫറൻസ് എന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. ആൾ ദ കാൻഡിഡേറ്റ്സ് ഹു സെക്യൂർ ദ മിനിമം കോട്ട ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലെയർ എലക്റ്റഡ്. എല്ലാവർക്കും എന്ത് ചെയ്യും? വോട്ട് കിട്ടും, എല്ലാവരും ജയിക്കും. ഈ 3 ആളുകളും ജയിക്കും, പക്ഷേ പ്രിഫറൻസ് അടിസ്ഥാനം. അതായത് ഫസ്റ്റ് പ്രിഫറൻസ് ഏറ്റവും കൂടുതൽ കിട്ടിയത് സിക്കാണെങ്കിൽ സി ഫസ്റ്റ് പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ നിൽക്കും. സെക്കൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ 10,000 ആളുകൾ ഏറ്റവും കൂടുതൽ സെക്കൻഡ് പ്രിഫറൻസ് ആർക്ക് കൊടുത്തു നോക്കും. അപ്പോൾ 3 ആളുകളും ജയിക്കും, പക്ഷേ അതിൽ പ്രിഫറൻസ് ബേസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തത് ദ സർപ്ലസ് വോട്ട്സ് ഓഫ് ദി എലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി സെക്കൻഡ് ചോയ്സ്. ദിസ് സിസ്റ്റം ഈസ് നോൺ ആസ് പ്രിഫറൻഷ്യൽ സിസ്റ്റം. അതായത് ഒരു മിനിമം, നമുക്കറിയാം ഒരു മിനിമം വോട്ട്, അതായത് ജയിക്കാൻ വേണ്ട ഒരു മിനിമം പ്രിഫറൻസ് വോട്ടേ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. എക്സ്ട്രാ വരുന്ന വോട്ടുകൾ എന്ത് ചെയ്യും? വേറെ സെക്കൻഡ് പ്രിഫറൻസിലേക്ക് ചൂസ് ചെയ്യും. അതിനാണ് പ്രിഫറൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ബിക്കോസ് ദ സർപ്ലസ് വോട്ട് ഓഫ് എലക്റ്റഡ് കാൻഡിഡേറ്റ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ജയിക്കാനുള്ള വോട്ടായി, അതിൻ്റെ ശേഷം വരുന്ന വോട്ടുകളൊക്കെ എന്ത് ചെയ്യുക?
ട്രാൻസ്ഫർ ടു അതർ കാൻഡിഡേറ്റ് ഞാൻ എന്ത് ചെയ്യാണ് എൻ്റെ മറ്റാൾക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റാൾ ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഞാൻ ജയിച്ചു, അപ്പോൾ എൻ്റെ എക്സ്ട്രാ വരുന്ന വോട്ട് മറ്റാൾക്ക് കൊടുക്കുക. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്തായാലും ഒരിക്കലും പ്രാക്ടിക്കബിൾ അല്ല. അതിന് കാരണം അതായത് മിനിമം ഇത്ര വോട്ട് എന്നുള്ള അടിസ്ഥാനമായിട്ടല്ല വിജയം കൺസിഡർ ചെയ്യണേ. അതായത് ഇത്ര വോട്ട് കിട്ടിയാൽ ജയിച്ചു എന്നുള്ളൊരു കൺസിഡർ ഉള്ള രാജ്യത്തെ നടക്കുകയുള്ളൂ. 10,000 വോട്ട് കിട്ടിയാൽ ഒരാൾക്ക് ജയിക്കുകയുള്ളൂ. 10,000 വോട്ട് കിട്ടി, ഇനി 10,000 മുതൽ 500 വോട്ട് എക്സ്ട്രാ ഉണ്ട്. ഈ 500 വോട്ട് രണ്ടാമത്തെ ആൾക്ക് എത്ര ഉണ്ട്? എനിക്ക് 10,000 വോട്ട് കിട്ടി, ഒരാൾക്ക് 6,000 വോട്ട് കിട്ടി. മറ്റേ ആളുകൾക്ക് എന്തുണ്ട്, രണ്ടാമത്തെ ആൾക്ക് എന്തുണ്ട് 9,500 വോട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഈ 500 വോട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് 10,000 വോട്ടാക്കിയിട്ട് ആളും ജയിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരാൾ അങ്ങനെ തോൽപ്പിക്കുക. അതായത് നമ്മൾ ശരിക്കും രണ്ട് പാർട്ടിക്കാർ കൂടി ഒരുമിച്ച് നിന്ന് ജയിച്ചിട്ട് സഭ, അതായത് ഗവൺമെൻറ് രൂപീകരിച്ചുകൊണ്ട് മറ്റു പാർട്ടിയെ പുറത്താക്കുന്നത് പോലെ രണ്ട് പ്രതിനിധികൾ തമ്മിൽ ചെയ്യുക. അതെന്തായാലും ഒരിക്കലും ഇന്ത്യയിൽ പ്രാക്ടിക്കബിൾ അല്ല എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ദിസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ദ എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ രാജ്യസഭ എലക്ഷൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നോർമൽ നിയമനിർമ്മാണ സഭയിലേക്കുള്ള എലക്ഷൻ നടക്കില്ല, അത് വളരെ പ്രയാസമാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ദി സിസ്റ്റം യൂസ്ഡ് ഇൻ എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ആൻഡ് ആൾസോ ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അതായത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലാണ് അത് നടക്കുന്നുള്ളൂ. അത് ഡയറക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, ഡയറക്റ്റ് ഡെമോക്രസിയിൽ ഒരു കാരണവശാലും, അതായത് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റമായിട്ടുള്ള ഇന്ത്യയിൽ നടക്കുന്ന ആ പ്രോസസ്സിൽ ഒരിക്കലും നടക്കില്ല. ഇവിടെ പറയണത് അതായത് രാജ്യസഭയിലേക്ക് നിയമനിർമ്മാണ സഭയിൽ നിന്ന് നമ്മൾ ജയിപ്പിച്ചു വിട്ട പ്രതിനിധികളെല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ പ്രസിഡന്റിനും അതുപോലെ രാജ്യസഭയിലേക്കുള്ള ആളുകളെ എലക്ട് ചെയ്യണത്. ഈ സമയത്ത് ഒരാൾക്ക് കൊടുക്കേണ്ട വോട്ട് ഇത്രയാണ്. ആ ആൾ ജയിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന ഇത് മറ്റാളുകൾക്ക് കൊടുക്കാം. ഒരു എയർ സിസ്റ്റം, ഒരു പ്രിഫറബിൾ സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് ഫസ്റ്റ് ചോയ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യസഭയിലേക്ക് പോകേണ്ട ഒരാൾ എക്ക് ചൂസ് ചെയ്ത് ഏറ്റവും കൂടുതൽ എ കിട്ടി, എ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. അതിൽ എക്ക് വരുന്ന എക്സ്ട്രാ വോട്ടുകൾ ബിക്ക് കൊടുത്തിട്ട് ബിന് രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാം. അതുപോലെ പ്രസിഡന്റ് സിസ്റ്റത്തിൻ്റെ, അതായത് പ്രസിഡന്റിനെ ജയിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലും ഇത് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിന് കൂടുതലായിട്ട് അടുത്ത സെമസ്റ്ററിൽ ഈ സബ്ജക്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ ബേസായിട്ട് നിങ്ങളിത് പഠിക്കുക. ഓക്കെ, അടുത്ത ലിസ്റ്റ് സിസ്റ്റം എന്നാണ്. ലിസ്റ്റ്, അപ്പോൾ എയർ സിസ്റ്റം കഴിഞ്ഞു, അടുത്ത ലിസ്റ്റ് സിസ്റ്റം. അടുത്തത് ലിസ്റ്റ് സിസ്റ്റം. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് പാർട്ടി പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്. ഒരു കാൻഡിഡേറ്റ്സിൻ്റെ മൊത്തം ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കും. ദ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് ഓഫ് ഈച്ച് പാർട്ടി ഈസ് പുട്ട് ഡൗൺ ഇൻ എ സെപ്പറേറ്റ് ലിസ്റ്റ്. ഓരോരോ ലിസ്റ്റ് ആക്കിയിട്ട് ഓരോ സെപ്പറേറ്റ് ലിസ്റ്റ് ആക്കിക്കൊണ്ട് ഓരോ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, തയ്യാറാക്കും. ദ വോട്ടർ ഹാസ് ടു സെലക്ട് ഓൺലി ദ പാർട്ടി ഓഫ് ദോസ് ചോയ്സ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മണ്ഡലത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പ്രതിനിധി ഉണ്ടാവും. ആ പ്രതിനിധി ഒരു പാർട്ടി, ആ പാർട്ടിയിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള ആൾ ഈ മണ്ഡലത്തിൽ, ഓരോ മണ്ഡലത്തിലും ഈ പാർട്ടി പ്രതിനിധീകരിച്ച ആളുകളുണ്ടാവും. ഈ ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ച് അവരുടെ പാർട്ടി അടിസ്ഥാനത്തിൽ ആളുകൾ ചൂസ് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യും. അതായത് ഇപ്പം നടക്കുന്ന സിസ്റ്റം. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ നിലമ്പൂർ മണ്ഡലം, ഈ നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പല പാർട്ടിയിലെ പ്രതിനിധീകരിച്ച ആളുകളുണ്ടാവും. ഇതിൽ ഏത് പാർട്ടിയാണോ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, വോട്ട് ചെയ്യുക. ആർ സീറ്റഡ് ടു ബി ഫിൽഡ്. അങ്ങനെ ഹീ കനോട്ട് ഗീവ് മോർ ദാൻ 1 വോട്ട് ടു എനി കാൻഡിഡേറ്റ്. ഒരാൾക്ക് ഒരു വോട്ട്. അതിൽ ഇപ്പോൾ ഏത് പാർട്ടി ആവട്ടെ, ഞാനൊരു പക്ഷേ ഏത് പാർട്ടി കോൺസെപ്റ്റ് ഉള്ള ആളായിരിക്കും, ആ പാർട്ടി കോൺസെപ്റ്റ് ചെയ്തിട്ടുള്ള ആളെ ചെയ്യും. അല്ലെങ്കിൽ ഏത് പാർട്ടി ആവട്ടെ, എനിക്ക് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ആളെ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുക, ജയിപ്പിക്കുക. അതിനാണ് ലിസ്റ്റ് സിസ്റ്റം. ഇന്നിപ്പം നിലനിൽക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വോട്ട്സ് റിക്വയർഡ് ടു സെക്യൂർ കാൻഡിഡേറ്റ് എലക്ഷൻ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാൽ ജയിക്കും. ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ് ബൈ നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി ഫിൽഡ്. മൊത്തം എത്രയാണ് നോക്കും.
മൊത്തം എത്രയാണ് വോട്ട് ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ ആ സ്ഥലങ്ങളിൽ ആ കോൺസ്റ്റിറ്റ്യൂൻസിൽ എത്ര വോട്ട് ഏകദേശം കിട്ടും, അതുപോലെ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടിയത് ആ കിട്ടിയ ആൾ എന്ത് ചെയ്യും, ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ആൻഡ് ഇഫ് ഓൾ ദ സീറ്റ്സ് ആർ നോട്ട് ഫിൽഡ് അപ്പ്, the party which has the largest fractional surplus get the remaining seat. In this system, party enjoy absolute discretion in appointing the representative. If anyone die, the party appoint a substitute and there is no by-election. അതായത് ചില സമയത്ത് ആ സീറ്റ് ഇപ്പം നമുക്കറിയാം നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമനിർമ്മാണ സഭയിലേക്ക് പോവുകയാണ്. ആ മണ്ഡലത്തിൽ നമുക്കറിയാം ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച ഒരാളുണ്ടാവും. ചില സമയങ്ങളിൽ ചിലപ്പം എന്ത് ചെയ്യൂല, ബൈ എലക്ഷൻ നടത്താതെ തന്നെ എലക്ഷൻ വെക്കാതെ തന്നെ ആ മണ്ഡലത്തിൽ ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ലിസ്റ്റ് സിസ്റ്റത്തിൽ. ഇഫ് എനിവൺ ഡൈ, ഇപ്പോൾ ആരും ജയിച്ചാൽ ദ പാർട്ടി അപ്പോയിൻറ്റ്സ്, ആ പാർട്ടി എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് പ്രതിനിധീകരിച്ചാണ് നിയമസഭയിലേക്ക് പോകാൻ പറയും. എന്നിട്ട് അവിടെ എലക്ഷൻ വെക്കില്ല. പക്ഷെ അത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ അതില്ല. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എലക്ഷൻ നടത്തിയിട്ട് ആ എലക്ഷനിലൂടെ ജയിച്ച ഒരാളായിരിക്കും സഭയിലേക്ക് പോവുക. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരാളാണ് ഇന്ന ഒരു മണ്ഡലത്തിലുള്ളത്, അയാൾ മരിച്ചതിന് ശേഷം അവിടെ ആ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് അവിടുന്ന് ഒരാൾ റെപ്രസെൻ്റ് ചെയ്തിട്ട് നിയമസഭയിലേക്ക് പോകുന്ന സിസ്റ്റം ശരിക്കും ഡെമോക്രാറ്റിക് അല്ല. അത് ആ വ്യക്തിക്ക് ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ടാണ്. സാധാരണ ശരിക്കും ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അവിടെ എലക്ഷൻ നടത്തിയിട്ട് അവിടുന്ന് ഭൂരിപക്ഷം നോക്കിയിട്ട് പോകുന്നതാണ്. According to the system, each party is allotted to certain number of seats appropriate to the ആ ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോകാൻ മതി. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനാണ്. അതർ സിസ്റ്റം ഓഫ് മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ. പിന്നെ വേറെ സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഫസ്റ്റ്, ദ ഐഡിയൽ ബിഹൈൻഡ് ബോത്ത് ഹയർ ആൻഡ് ദിസ് സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ representation ആർ to ensure representation of all minority party groups in proportion to their numerical strength. അതായത് എല്ലാ മൈനോറിറ്റിയിലെ ആളുകളെയും അവരുടെ റെപ്രസെൻറ്റേഷൻ അവരെ പ്രതിനിധീകരിക്കുക, അവരുടെ റെപ്രസെൻറ്റേഷൻ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ശരിക്കും ഈ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ്റെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ വരുന്ന ഹയർ സിസ്റ്റം ആൻഡ് ലിസ്റ്റ് സിസ്റ്റം. ഹയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും ഹയർ എന്ന് പറഞ്ഞാൽ എന്താ, വാടകയ്ക്ക് എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഹയർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുക്കുക, ലെൻഡ് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇതെന്താണ്, എക്സ്ട്രാ വരുന്ന വോട്ട് മറ്റു കാൻഡിഡേറ്റ്സിന് കൊടുത്ത് ഈക്വലാക്കി അത് ജയിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഒരിക്കലും ഇന്ത്യയിൽ പ്രസൻ്റ് അല്ല. അത് ഓൺലി ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രസിഡൻഷ്യൽ ഇലക്ഷനിലും അതുപോലെ അതായത് പ്രസിഡൻഷ്യൽ ഇലക്ഷന് ഇന്ത്യയിൽ നടക്കുമ്പോഴും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളെ സെൻഡ് ചെയ്യുമ്പോഴും ആ സിസ്റ്റം ഉണ്ടാകണമെന്നല്ല. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് ലിസ്റ്റുകൾ തയ്യാറാക്കുക. ഓരോ ലിസ്റ്റിലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് ആയിട്ടുണ്ടാവുക. അതിൽ ആളുകൾക്ക് ഏത് പാർട്ടിയിലെ ആളുകളാണോ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്, അവർക്ക് ഒരാൾക്ക് ഒരു വോട്ടേ പറ്റുള്ളൂ. അത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ ജയിക്കും. അതിൽ ഈ പറയുന്നത് ലിസ്റ്റിൽ തന്നെ ഒരു പ്രത്യേക സിസ്റ്റം കൂടി ഉണ്ട്. അതായത് ഇൻ കേസ് ചില ഒക്കേഷനിൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ബൈ എലക്ഷൻ നടത്താതെ തന്നെ ചില സമയങ്ങളിൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അത് റയറാണ്. ഓക്കെ, അങ്ങനെ സം ഓഫ് ദി സിസ്റ്റം ഓഫ് മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ ആർ ഡിസ്കസ്ഡ് ബിലോ. അതിൽ ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെ പ്രൊപ്പോർഷണൽ ന്യൂമറിക്കൽ സ്ട്രെങ്ത് പറഞ്ഞ് ഇനി വേറെ കുറച്ച് ചില മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ്റെ ചില സിസ്റ്റങ്ങളുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ്റെ ഫസ്റ്റ് മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ ഓഫ് മൈനോറിറ്റീസിൽ ഫസ്റ്റ് ഒന്നാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത്. ആ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ വരുന്നതാണ് ഹയർ സിസ്റ്റം, ലിസ്റ്റ് സിസ്റ്റം. അതായത് മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ്റെ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഓരോ ആളുകളും ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചില കമ്മ്യൂണിറ്റികൾ അങ്ങനെ തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം റിസർവ് ചെയ്ത് വെക്കുക. അങ്ങനെ പ്രൊപ്പോർഷനായിട്ട് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈക്വലായിട്ട് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്. ഇനി രണ്ടാമത്തേതിൽ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ദ ലിമിറ്റഡ് വോട്ട് പ്ലാൻ എന്നുള്ളതാണ്. അത് ജസ്റ്റ് വായിച്ച് പോകുന്നേ ഉള്ളൂ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദി സിസ്റ്റം വർക്ക്സ് ഇൻ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി. അതായത് രണ്ടിൽ കൂടുതൽ ആളുകൾ ഉള്ള മണ്ഡലത്തിൽ മാത്രമേ, അതായത് റെപ്രസെൻറ്റേറ്റീവ് ആയി നിൽക്കുന്ന മണ്ഡലത്തിൽ മാത്രമേ പറ്റുള്ളൂ.
അറ്റ്ലീസ്റ്റ് 3 ആളുകളെങ്കിലും ശരിക്കും മണ്ഡലത്തിൽ എന്ത് ചെയ്യണം, പ്രതിനിധിയായിട്ട് നിൽക്കണം. ഈച്ച് വോട്ട് ഈസ് എൻടൈറ്റിൽഡ് ഫോർ ഫ്യൂവർ നമ്പർ. എല്ലാ വോട്ടും കുറച്ച് ഫ്യൂ നമ്പറായിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യണം. ഫ്യൂവർ നമ്പർ ഓഫ് വോട്ട്സ് ദാൻ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ആൻഡ് ടു ബി എലക്റ്റഡ് ആൻഡ് ഹീ കനോട്ട് ഗീവ് മോർ ദാൻ 1 വോട്ട് ടു 1 കാൻഡിഡേറ്റ്. അതായത് ഒരാൾക്ക് ഒരു വോട്ടിന് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനും പറ്റില്ല. അതായത് ഒരാൾക്ക് ഒരു വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറച്ച് വോട്ട് കിട്ടിയാൽ ഒരാൾ ജയിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈച്ച് വോട്ട് എൻടൈറ്റിൽഡ് ഫോർ ഫ്യൂവർ നമ്പർ ഓഫ് വോട്ട്സ് ദാൻ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. അതായത് ടോട്ടൽ ആയിട്ടുള്ള ആളുകൾ ഒരു 1000 ആൾക്കാരാണ്. ഈ 1000 ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് കുറച്ച് വോട്ട് ചെയ്തിട്ട് ഇത്ര റെപ്രസെൻ്റ് ചെയ്തിട്ട് വോട്ട് ചെയ്ത് പോവുക. ഈ ഉദാഹരണം പറയുന്നത്, ഇനി 5 മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി, 5 ആൾക്കാരുള്ള കോൺസ്റ്റിറ്റ്യുവൻസി, ദ വോട്ടേഴ്സ് ആർ അലൗഡ് ടു വോട്ട് ഓൺലി ഫോർ 4 കാൻഡിഡേറ്റ്സ് ഓർ ഈവൻ ലെസ്. അതായത് 5 ആൾക്കാർ, 5 പ്രതിനിധികളുണ്ട് ഒരു മണ്ഡലത്തിൽ. അതിൽ എന്ത് ചെയ്യണം, വോട്ടർ ആർ അലൗഡ് ടു വോട്ട് ഓൺലി ഫോർ 4 കാൻഡിഡേറ്റ്സ് ഓർ ഈവൻ ലെസ്. ഒരാൾക്ക് ഒരു വോട്ട് കൂടുതൽ ചെയ്യാനും പറ്റില്ല. ഒരു വോട്ടർക്ക് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ കൂടുതലായിട്ടും ചിന്തിക്കേണ്ട, ഇത്രേ ഉള്ളൂ. ഒരു മണ്ഡലത്തിൽ 5 ആൾക്കാരുണ്ട്. ഈ 5 ആൾക്കാരിൽ ഒരാൾ വന്നാണ്ട് വോട്ട് ചെയ്യുമ്പോൾ 4 ആൾക്കേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 ആൾക്ക് ചെയ്യാം. അങ്ങനെ ഒരാൾ തന്നെ. പക്ഷെ ഒരാൾക്ക് തന്നെ ഒരാളെന്ത് ചെയ്യാൻ പാടില്ല, രണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് ഒരു വോട്ട് വെച്ചിട്ട് ഒരു വോട്ട് ആ ലിസ്റ്റിലുള്ള ആളുകൾ മൊത്തം ഇപ്പം നമുക്ക് പറയില്ലേ 5 ആൾക്കാരാണ്, അതിൽ 4 പേരെ എന്ത് ചെയ്യുക, വോട്ട് ചെയ്യാമെന്ന് പറയും. 4 പേരെ വോട്ട് ചെയ്യാം, പക്ഷെ ഒരാൾക്ക് ഒന്നേ കുത്താൻ പാടുള്ളൂ. അങ്ങനെ ആ സിസ്റ്റത്തിനാണ് ലിമിറ്റഡ് വോട്ട് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൗട്ടുള്ളത് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ ചോദിക്കണം, വ്യക്തമായിട്ട് ചോദിക്കണം. അതായത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 5 ആൾക്കാരുണ്ട്. ഈ 5 ആൾക്കാരിൽ 4 ആൾക്ക് വരെ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കുറച്ച്, ഇപ്പോൾ 2 ആൾക്ക് വരെ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 3 ആൾക്ക് വരെ വോട്ട് ചെയ്യുക എന്ന് നിയമം വരിക. ആ സിസ്റ്റത്തിനാണ് ലിമിറ്റഡ് വോട്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ വോട്ട് ചെയ്ത ആൾക്കെന്നെ വീണ്ടും വോട്ട് ചെയ്ത് 3 വോട്ട് അങ്ങനെ ആക്കാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് ഇപ്പം 3 വോട്ടാണ്. ഒരാൾക്ക് തന്നെ 3 വോട്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ലിമിറ്റഡ് വോട്ട് പ്ലാൻ എന്ന് വ്യക്തമാക്കി പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞു. അടുത്ത ലിമിറ്റഡ് വോട്ട് പ്ലാൻ കഴിഞ്ഞ് അടുത്തത് കുമുലേറ്റീവ് വോട്ട് സിസ്റ്റം. എന്താണ് കുമുലേറ്റീവ് വോട്ട് സിസ്റ്റം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ കുമുലേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ മറിച്ച്, അതായത് നമ്മൾ പറഞ്ഞു ഒരാൾക്ക് ഒരു ലിമിറ്റഡ് വോട്ട് സിസ്റ്റത്തിൽ പറഞ്ഞു ഒരാൾക്ക് ഒരു വോട്ടേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക, ഒരു മിനിമം ആളെ വരെ നമുക്ക് എന്ത് ചെയ്യുക, വോട്ട് ചെയ്ത് ജയിപ്പിക്കും. ഉദാഹരണത്തിന് ഇപ്പം 5 ആൾക്കാരാണെങ്കിൽ 4 ആൾക്കാർക്ക് വോട്ട് ചെയ്യുക, 3 ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. ചിലപ്പോൾ ആ ഒരു റൂൾ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ഡിസൈഡ് ചെയ്യും ഗവൺമെൻറ്. അങ്ങനത്തെ സിസ്റ്റത്തിനാണ്. പക്ഷേ ഇവിടെ പറഞ്ഞത് നേരെ മറിച്ചാണ്. 5 അതായത് 5 കാൻഡിഡേറ്റ്സാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. ഒരാൾക്ക് 5 വോട്ടും ഒരാളെന്ത് ചെയ്യാൻ ആ 5 വോട്ടും ഒരാൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ 5 വോട്ടും 5 ഓരോരോ വോട്ടായിട്ട് 5 ആൾക്കും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ സിസ്റ്റത്തിനാണ് കുമുലേറ്റീവ് വോട്ട് സിസ്റ്റം എന്നാണ്. അതായത് ഇറ്റ് വർക്ക്സ് ഇൻ മൾട്ടി മെമ്പർ കോൺസെപ്റ്റ്. അതായത് 3 മേലെയുള്ള ആൾക്കാർ സിസ്റ്റത്തിനാണ് പറ്റുള്ളൂ. 3 മേലെ ആൾക്കാർ റെപ്രസെൻറ്റേഷൻ വേണം. ഈച്ച് വോട്ടർ ഹാസ് മെനി വോട്ട്സ് ആസ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി എലക്റ്റഡ്. എത്ര മെമ്പേഴ്സാണ് അവിടെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നത്, അത്രയും വോട്ട് ആർക്ക് വോട്ടുണ്ടാവും, ആൾക്ക് വോട്ട് ചെയ്യാനുള്ള ആൾക്കുണ്ടാവും. ക്യാൻ ടു ബി എലക്റ്റഡ് ആൻഡ് ആൾസോ ഗീവ് ആൾ ദ വോട്ട് ടു 1 കാൻഡിഡേറ്റ്. ആ 5 ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 7 ആൾക്കാരാണ് ആ മണ്ഡലത്തിലുള്ളത്. 7 വോട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഒരു വോട്ടർക്ക് ഇത്ര വോട്ടുണ്ട്, 7 വോട്ടുണ്ട്. ഇനി 10 ആളാണ് അവിടെ മത്സരിക്കുന്നത്. ഈ 10 അപ്പോൾ എന്തുണ്ട്, ഒരാൾക്ക് 10 വോട്ടുണ്ട്. ഈ 10 വോട്ടും ഒരാൾക്ക് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ 10 ആൾക്കും
സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ വോട്ട് പ്രിഫറൻസ് അടിസ്ഥാനത്തിലും കൊടുക്കാം എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൽ പറയുന്നത്. അടുത്തത് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ആദ്യം പറഞ്ഞു മൈനോറിറ്റി റെപ്രസെൻറ്റേഷനിൽ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷന്, ലിമിറ്റഡ് വോട്ട് സിസ്റ്റം, കുമുലേറ്റീവ് വോട്ട് സിസ്റ്റം. ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ നയർ സിസ്റ്റം ഉണ്ട്, അതുപോലെ ലിസ്റ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം അത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഒരു 2 ടോപ്പിക് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ. സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം ഇറ്റ് വർക്ക്സ് ഓൺലി ഇൻ എ സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി. മണ്ഡലത്തിൽ ഒരേ ഒരു പ്രതിനിധി മാത്രം ഉണ്ടെങ്കിൽ അത് വർക്കാവുള്ളൂ. അവിടെ എന്താണ്, അക്കോർഡിംഗ് ടു ദി റിലേറ്റീവ് മെജോറിറ്റി പ്രിൻസിപ്പിൾ ദ ഹയസ്റ്റ് പോൾഡ് കാൻഡിഡേറ്റ് ഈസ് ഡിക്ലെയർഡ് എലക്റ്റഡ്. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ എന്ത് ജയിക്കും. വെൻ ദർ ആർ ഓൺലി 2, അവിടെ 2 ആൾക്കാരുള്ളൂ, കാൻഡിഡേറ്റ്സ് ഉള്ളൂ. കൺസിസ്റ്റിംഗ് എലക്ഷൻ ഫോർ എ സിംഗിൾ സീറ്റ്, ഒറ്റ സീറ്റിന് വേണ്ടി 2 ആൾക്കാർ മത്സരിക്കുന്നത്. വൺ ഹൂ സെക്കൻഡ് സിമ്പിൾ മെജോറിറ്റി ഈസ് ഡിക്ലെയർഡ് എലക്റ്റഡ്. അതാണ് സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു സീറ്റിന് വേണ്ടിയിട്ട് 2 ആൾക്കാർ മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ടോട്ടൽ വോട്ടിൽ സ്പ്ലിറ്റ് ആവും. ആ സ്പ്ലിറ്റ് ആണെങ്കിൽ ഒരു സീറ്റിന് മെജോറിറ്റി ആരാണോ കിട്ടിയത് ആ എക്സ്ട്രാ കിട്ടിയ ആളെന്ത് ചെയ്യും, വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ഇതിനാണ് സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ, അത് സൈഡ് ഹെഡിങ് ആണ്. കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ദ വ്യൂ ഓഫ് ഗിവിംഗ് റെപ്രസെൻറ്റേഷൻ ടു ഡിഫറെൻറ്റ് റിലീജിയസ് മൈനോറിറ്റി. പല മതത്തിലുള്ള ആളുകളെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അതായത് ഈ രംഗങ്ങളിൽ, അതായത് ഒരു രാജഭരണ രംഗങ്ങളിൽ, അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിൽ പങ്കാളിത്തം വഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. എവറി റിലീജിയസ് കമ്മ്യൂണിറ്റി സെക്യൂർഡ് എ സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ. എല്ലാ കമ്മ്യൂണിറ്റിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ദർ വാസ് ഡൺ ഇൻ 2 വേ, അത് 2 വഴിയാണ്. ഫസ്റ്റ്ലി ബി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. ചിലപ്പോൾ എന്ത് ചെയ്യും, വ്യത്യസ്ത തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ഒരു മണ്ഡലങ്ങളായിട്ട് കൊടുക്കും. വേർ വോട്ടർ ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റി സെപ്പറേറ്റ്ലി ഫോർ കാൻഡിഡേറ്റ് ഓഫ് ദെയർ ഓൺ കമ്മ്യൂണിറ്റി. അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉള്ള ഒരു അടിസ്ഥാനത്തിൽ അത് ശരിക്കും വായിച്ചാൽ മതി. ഫസ്റ്റ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേർ വോട്ടേഴ്സ് ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റി സെപ്പറേറ്റ്ലി ഫോർ കാൻഡിഡേറ്റ്സ്, അതായത് ഓരോ കമ്മ്യൂണിറ്റിയും റെപ്രസെൻ്റ് ചെയ്തിട്ട് തന്നെ. സെക്കൻഡ് മെത്തേഡ് വാസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സീറ്റ് അണ്ടർ എ സിസ്റ്റം ഓഫ് ജോയിൻറ്റ് ഇലക്ട്രേറ്റ് ആസ് ഇൻ കേസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അതായത് നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ SC ST റിസർവേഷൻ, അതേപോലെ വുമൺ റെപ്രസെൻറ്റേഷൻ, ഇങ്ങനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ മണ്ഡലങ്ങൾ തിരിച്ചിട്ട് അവിടെ അങ്ങനെയാണ് അവരെ ഉറപ്പ് വരുത്തുക, കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ ഉറപ്പ് വരുത്തുക എന്നാണ് പറഞ്ഞത്. അതായത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ഭൂരിപക്ഷം നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ചിലപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് റിസർവേഷൻ ആയിക്കൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും കൊടുക്കും. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൈനോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരെ പ്രതിനിധീകരിച്ചാൽ അവരെ പ്രതിനിധികൾക്ക് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെയും അത് തന്നെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 2 സീറ്റാക്കിയിട്ട് ഇവർ തന്നെ 2 സ്പ്ലിറ്റ് ആക്കിക്കൊണ്ട് 2 സീറ്റ് അവർക്ക് കൊടുക്കുക. അങ്ങനെ അവരുടെ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യുക, 2 ആക്കി കൂട്ടുക. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഒരു പക്ഷേ ആ മണ്ഡലത്തിൽ ഒരു മണ്ഡലം അവിടെ ചിലപ്പോൾ ഇവരെ കമ്മ്യൂണിറ്റി, ഇപ്പോൾ ചില റിസർവ് കമ്മ്യൂണിറ്റി ആളുകൾ ഉണ്ടാവില്ല എന്ന് വരും. പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ റിസർവേഷൻ ആയിട്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ പ്രഖ്യാപിക്കും. നമുക്കറിയാം ചില മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ ചിലപ്പം SC റിസർവേഷൻ ആയിട്ടൊക്കെ ഉള്ള മണ്ഡലമാണെങ്കിൽ ഈ പാർട്ടി ബേസ് അടിസ്ഥാനത്തിൽ ജയിക്കുമ്പം ചിലപ്പം റിസർവ് ആയിട്ടുള്ള ആൾക്കാരെ ജയിക്കുക. പക്ഷേ നമുക്ക് നിങ്ങൾ ശരിക്കും ഇലക്ഷൻ വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, മുസ്ലിം മെജോറിറ്റി ആയിരിക്കും, പക്ഷേ പ്രതിനിധി ചിലപ്പോൾ SC ST കാറ്റഗറിയോ അല്ലെങ്കിൽ വുമൺ കാറ്റഗറി ഒക്കെ ആയിരിക്കും. അങ്ങനെ പാർട്ടി അടിസ്ഥാനത്തിലായിരിക്കും ആൾ ജയിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഈ മണ്ഡലം എന്തായിരിക്കും, ചിലപ്പം കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് അത് ചിലപ്പോൾ റിസർവ്ഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളാവും. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് മെറിറ്റ്സ് ഓഫ് പ്രപ്പോസൽ റെപ്രസെൻറ്റേഷൻ. നമ്മളിപ്പോൾ പഠിച്ചതിൽ മൈനോറിറ്റി റെപ്രസെൻറ്റേഷനിൽ പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചു, അതിൽ ഹയർ സിസ്റ്റം, ലിസ്റ്റ് സിസ്റ്റം. അതിനുശേഷം രണ്ടാമത്തെ ലിമിറ്റഡ് വോട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു, കുമുലേറ്റീവ് വോട്ട് സിസ്റ്റം. ഈ കുമുലേറ്റീവ് വോട്ട് സിസ്റ്റം കഴിഞ്ഞ ശേഷം സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം,
അതും റെപ്രസെൻറ്റേഷനാണ്. സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും വോട്ട് കിട്ടിയ ഒരാൾ ജയിക്കുക. സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം, പിന്നെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ. ഇതൊക്കെ എന്താണ്? റെപ്രസെൻറ്റേഷനാണ്, അതായത് മത്സര രീതികളാണ്. ഓക്കെ, എലക്ഷൻ്റെ രീതികളാണ് ഇതൊക്കെ. ഈ പറഞ്ഞതൊക്കെ എലക്ഷൻ്റെ രീതികളാണ്. ഇത് ഇനി ഈ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേറ്റീവ് മെറിറ്റും ഡീമെറിറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് മെറിറ്റ് എന്ന് പറഞ്ഞത് സെക്യൂർ ഈവൻ ടു സ്മാളസ്റ്റ് മൈനോറിറ്റി. എല്ലാ ചെറിയ കമ്മ്യൂണിറ്റിക്ക് വരും എന്ത് ചെയ്യും, അത് സെക്യൂർ ആണ്, അവർക്ക് മുന്നോട്ട് വരാം, അവരുടെ അവകാശങ്ങൾക്കൊക്കെ വാല്യൂ ഉണ്ട്. ജസ്റ്റിസ് ടു ഓൾ സെക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ. എല്ലാ പാവപ്പെട്ടവൻ്റെയും പണക്കാരുടെയും അതുള്ളവനും ഇല്ലാത്തവനും കമ്മ്യൂണിറ്റിയുടെ ബാക്കായ എല്ലാവരും ഒപ്പീനിയൻ എന്ത് ചെയ്യും, ഇവിടെ മാനിക്കപ്പെടും. എലക്ഷൻ ഡസ് നോട്ട് ഡീജനറേറ്റ് ഇൻ ടു ഗാമ്പിൾ. ഒരിക്കലും എലക്ഷൻ ചെയ്യില്ല, ഈ ഒരു പ്രോസസ്സിലേക്ക് പോകില്ല. ഈസി സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് മൈനോറിറ്റി. മൈനോറിറ്റിയുടെ പ്രോബ്ലങ്ങളൊക്കെ സൊല്യൂഷൻ കാണാൻ വളരെ ഈസിയാണ്. കാരണം സാധാരണക്കാരുടെ പ്രതിനിധികളാണ്, മൈനോറിറ്റിയിലുള്ള ചില പ്രതിനിധികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ഷന് വന്ന് ഗവൺമെൻറ് പ്രോസസ്സിലും ഗവൺമെൻറ് നിയമനിർമ്മാണ സഭയിലേക്ക് എത്തുന്നത്. ലെജിസ്ലേച്ചർ ബിക്കം എ ട്രൂ മിറർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. നമുക്കറിയാം നിയമനിർമ്മാണ സഭ എന്നുള്ളത് ശരിക്കും ഒരു കണ്ണാടി. എന്താ കണ്ണാടിൻ്റെ പ്രത്യേകത? ഒരു വ്യക്തിയെ അതുപോലെ തന്നെ കാണപ്പെടുന്ന ഒന്നാണ് കണ്ണാടി. അപ്പം എല്ലാ മൈനോറിറ്റിയിൽ നിന്നും ആളുകൾ നിയമനിർമ്മാണ സഭയിലേക്ക് പോകുമ്പം ഈ എല്ലാ ആളുകളുടെയും അതുപോലെയുള്ള വോയിസ്, അവരുടെ ശബ്ദം, അവരുടെ കാഴ്ചപ്പാടായിരിക്കും നിയമനിർമ്മാണ സഭയിലുണ്ടാവുക എന്നുള്ളതാണ്. സെക്യൂരിറ്റി ടു മൈനോറിറ്റി. എല്ലാ മൈനോറിറ്റി ആളുകൾക്കും നല്ലൊരു സെക്യൂരിറ്റിയാണ് അഗേൻസ്റ്റ്, അതായത് ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നും ഉണ്ടാവില്ലെന്നാണ്. ഇനി അതിൻ്റെ ഡീമെറിറ്റ് എന്താ നോക്കുക. അപ്ലിക്കബിൾ ഓൺലി ഇൻ എ ലാർജ് നമ്പർ ഓഫ് പാർട്ടീസ്. ഒരുപാട് പാർട്ടി, മൾട്ടി പാർട്ടി സിസ്റ്റം ഉള്ള സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ നടക്കുകയുള്ളൂ, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നടക്കുകയുള്ളൂ, അതിൽ നടക്കില്ല എന്നുള്ളതാണ്. മൾട്ടി പാർട്ടി ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കയിൽ ഒരിക്കലും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വരുന്നില്ല. അതായത് അവിടെ മൈനോറിറ്റി ഒന്നുമില്ല, അവിടെ കമ്മ്യൂണൽ ഗ്രൂപ്പ്സോ ഒന്നുമില്ല. രണ്ട് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ സിറ്റിസൺ ബേസിൽ 2 ഗ്രൂപ്പ്. കമ്മ്യൂണൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, ഓൺലി പൊളിറ്റിക്കൽ ഗ്രൂപ്പേ അവിടെ ഉള്ളൂ. ലാർജ് നമ്പർ ഓഫ് പാർട്ടീസ് വിൽ സെപ്പറേറ്റ് പീപ്പിൾ ഇൻ ദെയർ ഇൻട്രസ്റ്റ്. ഒന്നാമത്തെ, ഒരുപാട് പാർട്ടിക്കാരുണ്ടായാൽ ആളുകൾ എന്ത് ചെയ്യും, പല പല മൈൻഡും പല പല ആശയങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യില്ല. അടുത്തത് ഡിസ്ട്രോയ് ഹോമോജിനിറ്റി. ഒരു സിമിലാരിറ്റി അവിടെ കാണില്ല. കാരണം എന്താ, ഈ ഒരു കോൺസെപ്റ്റ്, അതായത് മൾട്ടി പാർട്ടി സിസ്റ്റത്തിലേ നടക്കുകയുള്ളൂ. മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഹോമോജിനിറ്റി ഉണ്ടാവില്ല. അടുത്ത കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ പ്രയാസമാണ്. കാരണം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്താണല്ലോ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനും മൈനോറിറ്റി റെപ്രസെൻറ്റേഷനും ഉണ്ടാവുക. വളരെ കറപ്ഷൻ നല്ല കാണപ്പെടും. അത് സത്യമാണ്. ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോൾ അതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത്രയുമാണ് നമ്മളെ ക്ലാസ്. നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അടി പറയുന്ന വാട്സാപ്പിൽ നിങ്ങൾ വാട്സാപ്പ് അയക്കുക, ഞാൻ കറക്റ്റ് വ്യക്തമാക്കി പറഞ്ഞു തരും. ഇതിൽ ചിലപ്പോൾ ശബ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ ചില സമയങ്ങളിലെ ചില നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടോ, ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അങ്ങോട്ടോ, നമുക്കറിയാം ഞാൻ ഇത് ഒരു PPT തയ്യാറാക്കിയിട്ട് അതിന് വോയിസ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും വേരിയേഷൻ വരിക, ചിലപ്പം എൻ്റെ ശ്രദ്ധ മാറുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് അയച്ച് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. ഇത് നിങ്ങൾ വ്യക്തമാക്കുക. ഇനി പ്രിപ്പയർ ഫോർ എക്സാം, നിങ്ങൾ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുക. എലക്ഷൻ, നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്തിനാണ്, എലക്ഷൻ നേരിടാൻ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പല പാർട്ടിക്കാർ തയ്യാറാവുന്നത്. ആളുകളെ പല രീതിയിലും സഹായിക്കുന്നതിനാ, എലക്ഷനെ നേരിടാൻ, എലക്ഷൻ അവർ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ എലക്ഷൻ നേരിടാൻ വേണ്ടി പല തരത്തിലുള്ള എലക്ഷനാണ് ഉള്ളത് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഒന്ന് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 2 എയറും ലിസ്റ്റ് സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് ലിമിറ്റഡ് വോട്ട് സിസ്റ്റം, കുമുലേറ്റീവ് വോട്ട് സിസ്റ്റം. കുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വോട്ടേ പാടുള്ളൂ, ടോട്ടൽ നമ്പേഴ്സിൽ കുറച്ച് ഇത്ര വോട്ട് ചെയ്യാന്നുള്ളത്. കുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ 5 ബാലറ്റ് ഉണ്ടെങ്കിൽ 5 ആളുണ്ടെങ്കിൽ 5 വോട്ടും 5 ആൾക്ക് ഓരോ വോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ 5 വോട്ടും കൊടുക്കുക. അതാണ് കുമുലേറ്റീവ് സിസ്റ്റം. പിന്നെ സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം, അതുപോലെ കമ്മ്യൂണൽ സിസ്റ്റം. സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ, ഒരു സിംഗിൾ മെജോറിറ്റി ഒരാൾക്ക് കിട്ടുകയാണെങ്കിലും അവൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് ഇലക്ഷൻ. ഞാൻ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാം. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ വാട്സാപ്പിലൂടെ ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. വാട്സാപ്പിലൂടെ തന്നെ അതിന് റിപ്ലൈ തന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും
ഒരറിവ് കിട്ടട്ടെ എന്നുള്ള ഒരു ആശംസത്തോടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ജയ് ഹിന്ദ്.